Hello everyone, welcome to Aakash Malayalam. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എൻതാൽപ്പീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. എൻതാൽപ്പീസ് ഓഫ് ന്യൂട്രലൈസേഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അതിൽ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. സോ ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. So first of all we need to know enthalpy of formation. So what is enthalpy of formation? First of all we need to know the definition. So ആദ്യം തന്നെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, the enthalpy change involved when one mole of the substance is produced from its constituent elements which are in the standard state. ഈ ഒരു സെന്റൻസ് ഞാൻ പറയുമ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഡെഫിനിഷൻ എഴുതി കാണിക്കാം. അതായത് enthalpy change involved in the formation of one mole. So അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 1 mole of the substance from its constituent elements. In their reference state. ഇതിൻ്റെ ആദ്യത്തെ തന്നെ നമുക്ക് മീനിങ് ആണ് നോക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൽ കുറച്ച് വേർഡ്സ് ഉണ്ട് വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതായത് എൻതാൽപ്പി ചേഞ്ച് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് മാത്രമേ നമുക്കിവിടെ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എവിടെ നിന്നും ഫോം ചെയ്യണം? ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് കോമ്പൗണ്ട്സിൽ നിന്നും ഫോം ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ എലമെന്റ്സിൽ നിന്ന് മാത്രമേ നമുക്കതിനെ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ആ എലമെന്റ്സിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ റെഫറൻസ് സ്റ്റേറ്റിലായിരിക്കണം. ഇനി എന്താണ് റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഫറൻസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കാർബൺ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൻ്റെ അലോട്രോപ്സ് ഉണ്ട്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. എന്താണ് അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ്. എങ്ങനെയാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്? അത് ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ട്, അമോർഫസ് ഫോംസ് ഉണ്ട്. ഇപ്പോൾ കാർബണിൻ്റെ കേസിൽ ഡയമണ്ട് കേട്ടിട്ടുണ്ട്, ഗ്രാഫൈറ്റ് കേട്ടിട്ടുണ്ട്. അതിൽ മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ കാർബൺ ഇൻ ദ ഗ്രാഫൈറ്റ് സ്റ്റേറ്റ് ആണ് മോർ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഡൈഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ത് ഫോമിലാണ് മോർ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഓക്സിജൻ ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ബ്രോമിൻ എടുത്തു കഴിഞ്ഞാലോ ബ്രോമിൻ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പം ഇതൊക്കെയാണ് റെഫറൻസ് സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് റെഫറൻസ് സ്റ്റേറ്റ്സ് എന്ന് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോസ്റ്റ് സ്റ്റേബിൾ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? റെഫറൻസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇനി സ്റ്റാൻഡേർഡിന് ഒരു മീനിങ് കൂടിയുണ്ട്. 298 കെൽവിൻ 1 bar പ്രഷർ. അപ്പോൾ ഈ ടെമ്പറേച്ചറും ഈ പ്രഷറും മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ഫോമിൽ അവർ എക്സിസ്റ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റെഫറൻസ് സ്റ്റേറ്റ്. അപ്പോൾ 3 പോയിന്റാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഡെഫിനിഷൻ. ഇവിടെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഫസ്റ്റ് വൺ, വാട്ട് വി ആർ ഫോമിങ്, എന്താണ് നമ്മൾ ഫോം ചെയ്യുന്നത്? 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. എവിടെ നിന്നും ഫോം ചെയ്യുന്നു? ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിൽ നിന്നുമാണ് ഫോം ചെയ്തിട്ടുള്ളത്, നോട്ട് ഫ്രം കോമ്പൗണ്ട്സ്. അത് നോട്ട് ചെയ്യണം. ഇനി ആ എലമെന്റ്സ് ഏത് രീതിയിലായിരിക്കണം? ഒരു റെഫറൻസ് സ്റ്റേറ്റ്, അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാർബൺ ആണെങ്കിൽ കാർബൺ ഷുഡ് ബി ഇൻ ദി ഗ്രാഫൈറ്റ് സ്റ്റേറ്റ്. ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ മസ്റ്റ് ബി ഇൻ ദെയർ ഗേഷ്യസ് സ്റ്റേറ്റ്. ബ്രോമിൻ എടുത്തു കഴിഞ്ഞാൽ ബ്രോമിൻ വിൽ ബി ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റേറ്റ്. ഇനി സൾഫർ എടുത്തു കഴിഞ്ഞാൽ സൾഫറിന് നമുക്കറിയാം അലോട്രോപ്സ് ഉണ്ട്, റോംബിക് സൾഫർ ഉണ്ട്, മോണോക്ലിനിക് സൾഫറും ഉണ്ട്. അതിൽ റോംബിക് സൾഫർ ആണ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റോംബിക് സൾഫർ
അപ്പോൾ ഇതൊക്കെയാണ് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്നത്. നൗ അപ്പോൾ നമ്മളിപ്പോൾ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞു. ഓൾറെഡി നമ്മളിപ്പോൾ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞു. സോ ഈ ഡെഫിനിഷൻ നമുക്കൊന്ന് എക്സാമ്പിൾ എഴുതി നോക്കാം. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് വാട്ടർ എടുത്ത് നോക്കാം. ഫോർമേഷൻ ഓഫ് വാട്ടർ ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ ഫോർമേഷൻ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ H2 plus half O2 giving H2O. H2 will be mostly in liquid state. ഇവിടെ നമുക്കറിയാം H2 എന്തിൽ, ഹൈഡ്രജൻ എന്തിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റ്. കാരണം ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. Dioxin also will be what? In gaseous state only. So that is also in the most stable state. ഇവിടെ റിയാക്ടൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതൊരു ഫോമുല ഞാൻ എഴുതി. ഇതുപോലെ തന്നെ I can write another equation. For example, 2H2 which is again gas plus O2 again a gas will be converted into 2H2O liquid. ഇവിടെ നോക്കിക്കേ, രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതി കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ ഏതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ സീ ദ പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്കിക്കേ, എത്ര മോൾസ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്? ഓൺലി 1 mole ഈസ് പ്രൊഡ്യൂസ്. യു നോ ദാറ്റ് 1 mole ഈസ് പ്രൊഡ്യൂസ്. എവിടെ നിന്നും ഫോം ചെയ്തിരിക്കുന്നു? H2 and O2. രണ്ടും കോൺസ്റ്റന്റ് എലമെന്റ്സ് ആണ്, രണ്ടും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുമാണ്. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എടുക്കുമ്പോൾ അതിൽ 2 moles ഓഫ് H2 ഫോം ചെയ്തു. അപ്പം നമ്മൾ ഡെഫിനിഷൻ വഴി നമ്മൾ എന്താ പറയുന്നത്? Enthalpy change involved in the formation of 1 mole of any substance. So ഇതിൽ നിന്ന് മനസ്സിലാക്കാം this equation is right only. എന്തിനു വേണ്ടി? Enthalpy of formation. പക്ഷേ this equation will be wrong. This is one example which I can give you. Another example പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ബ്രോമിന്റെ അല്ലെങ്കിൽ HBrന്റെ ഫോർമേഷൻ എഴുതുവാണ്. half H2 plus half Br2 converting into HBr. എഴുതുകയാണ്. H2 will be in the gaseous form, bromine will be in the gaseous form, HBr in the gaseous form. Okay? Similarly, ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. half H2 gas which is in the gaseous form plus half Br2 in the liquid form converting into HBr. One second, I'm writing it as HBr only. HBr. Okay, in the gaseous form. Now you can see here these two equations. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ബ്രോമിൻ ഇൻ ദ ഗേഷ്യസ് ഫേസ് ആണ് വരുന്നത്, ഇവിടെ ബ്രോമിൻ ഇൻ ദ ലിക്വിഡ് ഫേസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്രോമിൻ ഇൻ ദ ലിക്വിഡ് ഫേസ് ആണ് എന്ത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത് റോങ് ആയിട്ട് നമുക്ക് എടുക്കാം. ദിസ് വിൽ ബി ദ റൈറ്റ് ഫോർമുല. അപ്പോൾ രണ്ട് കേസായിട്ട് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷനകത്ത് വാട്ടറിന്റെ ഫോർമേഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഐ സെലക്ടഡ് ദ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ 1 mole of H2O is produced. But in the second case I can say half H2 plus half Br2 gas ആണ് എടുത്തിരിക്കുന്നത്. ബ്രോമിന്റെ കേസിൽ gaseous state is not the reference state. ബ്രോമിന്റെ കേസിൽ liquid state will be the reference state. So അവിടെ 1 mole of HBr ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. 1 mole of HBr ഫോം ചെയ്തു. അത് എവിടെ നിന്നും ഫോം ചെയ്തു? അതിന്റെ കോൺസ്റ്റന്റ് എലമെന്റ്സിൽ നിന്നും ഫോം ചെയ്തു. ആ എലമെന്റ്സ് എന്ത് സ്റ്റേറ്റിലാണ്? അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതുവാണ്. അതായത് ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് എഴുതാം. അതായത് ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ് കൺവേർട്ടിംഗ് ഇൻറ്റു CaCO3 സോളിഡ്. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1 mole of CaCO3 ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏതിൽ നിന്നുമാണ് ഫോം ചെയ്തിരിക്കുന്നത്? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാൽസ്യം ഓക്സൈഡ് ഒരു എലമെന്റ് ആണോ? അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എലമെന്റ് ആണോ? അതുമല്ല. അപ്പോൾ 1 mole of കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫോം ചെയ്തിരിക്കുന്ന ഏതിൽ നിന്നുമാണ്? അത് ഫോം ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ നിന്നുമാണ്. അപ്പോൾ ഇതിനെയും നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി എനിക്ക് എഴുതണമെങ്കിൽ എങ്ങനെ എനിക്ക് എഴുതാം കാൽസ്യം കാർബണേറ്റിന്റെ ഫോർമുല? സോ ഐ ഹാവ് റിട്ടൺ വൺ ഇക്വേഷൻ വിച്ച് ഇസ് കാൽസ്യം കാർബണേറ്റ്. ബട്ട് ഇത് ഒരിക്കലും ഒരു കാൽസ്യം കാർബണേറ്റ് ഫോർമുല അല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ നമുക്ക് എഴുതാം? ആസ് പെർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽസ്യം കാർബണേറ്റ് 1 mole വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇനി എവിടെ നിന്നും ഫോം ചെയ്യണം? കാൽസ്യം ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് പ്ലസ്
കാർബൺ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷെ കാർബണിന്റെ മോസ്റ്റ് റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് സ്റ്റേറ്റ് ആണ്. സോ ഗ്രാഫൈറ്റ് GRA means it is graphite only. Then I am writing O2. So O2, okay, we need 3 oxygen. So I am just writing it as 3/2 O2. So calcium, carbon, then 3/2 O2. Okay, this is actually the formation of what? Calcium carbonate. ഇനി എനിക്ക് കണ്ടുപിടിക്കാം, ഇപ്പൊ ഈ ഇക്വേഷൻ ആക്ച്വലി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ ഒരു ഇക്വേഷന്റെ ഈ ഒരു കേസിൽ എനിക്ക് കണ്ടുപിടിക്കാം, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എനിക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷന്റെ വേറൊരു ഫോം തന്നെയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷന്റെ വേറൊരു ഫോം തന്നെയാണ്. ഇനി ഈ റിയാക്ഷന്റെ എൻതാൽപ്പി എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ വേറൊരു ഫോർമുല കൂടിയുണ്ട്. അതായത് ഡെൽറ്റ H0 ഓഫ് ദ റിയാക്ഷൻ. എന്താണ് ഡെൽറ്റ H0 മീൻസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ? എൻതാൽപ്പി വി ആർ ഫൈൻഡിങ് ഔട്ട് എൻതാൽപ്പി അറ്റ് 298 Kelvin and 1 bar pressure. ഇനി small r represents reaction, okay, is equal to sigma delta H0 of products, formation of the products. So you have F, this is formation. Delta H0 of F means it is the enthalpy of the formation of products minus sigma delta H0 of formation. Again I have written formation. Now comes reactants. അപ്പോൾ നോക്കിക്കേ, what is the equation here? Delta H0 of the reaction you can find out, which is equal to sigma. Sigma means it is a sum only. Sum of the enthalpy of formation of the products minus sum of the enthalpies of formation of the reactants. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനോട് ചെയ്യാം. ആ ക്വസ്റ്റ്യനോട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് enthalpy of formation എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഞാനൊരു ക്വസ്റ്റ്യൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ, if enthalpies of formation of, you can see all the reactants are given there, its enthalpies of formations are also given. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? then enthalpy of combustion of C2H4. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഡേറ്റ തന്നിരിക്കുന്നത്. ഡേറ്റ തന്നിരിക്കുന്നത് എന്താണ്? എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ആണ്. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എൻതാൽപ്പീസ് ഓഫ് ദ റിയാക്ഷൻ. ഇനി നമ്മുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. കാരണം പ്രൊഡക്ട്സ് മൈനസ് റിയാക്ടൻസ് നമ്മൾ എഴുതുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാകണം, റിയാക്ടൻസും ഉണ്ടാകണം. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് റിയാക്ടൻസ് എന്ന് അറിയാൻ വേണ്ടി നോക്കുക. ദെൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4. അപ്പൊ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 നമ്മൾ എഴുതണം. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഫോർ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. സോ എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ ഈസ് ഗിവൺ ബൈ ദാറ്റ് ഇക്വേഷൻ. ഫോർ റിയാക്ഷൻ ഐ എം ഗോയിങ് ടു റൈറ്റ് നൗ C2H4 പ്ലസ് കമ്പഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്. സോ O2 കൺവേർട്ടിംഗ് ഇൻ ടു ഓൾ ദ ഹൈഡ്രോകാർബൺ. ഏതൊരു ഹൈഡ്രോകാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു, വാട്ടറും ഫോം ചെയ്യുന്നു. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇനി ബാലൻസ് ചെയ്യണം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ C2H4 plus O2. So how many carbons? Okay, 2 carbons. So I'm writing it as 2 carbon dioxide. How many hydrogen? You can see 4 hydrogen. So this I will write it as 2H2. Now total how many oxygens are there? 2 into 2, 4 oxygen plus 2 you have 6 oxygen. So this is 3O2. Okay, so C2H4 plus 3O2 giving 2CO2 plus 2H2O. നമുക്ക് നോക്കാം എന്തെങ്കിലും ഇവിടെ. ഇനി നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ കമ്പഷൻ ഓഫ് ദ C2H4 എഴുതി കഴിഞ്ഞു. അതാണ് നമ്മുടെ റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 എഴുതി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏതാണ് റിയാക്ടൻസ്, ഏതാണ് പ്രൊഡക്ട്സ് എന്ന് നമുക്ക് മനസ്സിലായി. റിയാക്ടൻ എന്ന് പറഞ്ഞാൽ C2H4 ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, H2O ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓരോ വാല്യൂസും എഴുതുകയാണ്. വാട്ട് ഈസ് അവർ റിയാക്ഷൻ? നമ്മുടെ ഫോർമുല വേണമല്ലോ നമുക്ക്. നമ്മുടെ ഫോർമുല എന്താണ്? ഡെൽറ്റ H ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ H0 ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ H0 ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഫോർ പ്രോഡക്റ്റ് ഐ എം യൂസിങ് P only, minus sigma delta H0 of formation of reactants.
അപ്പം ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എഴുതാൻ പോകുന്നത് ഓരോന്നിനും വാല്യൂസ് എഴുതുകയാണ്. ആരാണ് ഇവിടുത്തെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ 2 കാർബൺ ഡൈ ഓക്സൈഡും 2 വാട്ടറും. അപ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ നോക്കുക. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹാവിങ് C2H4 ഈസ് ഹാവിങ് എ വാല്യൂ ഓഫ് 52. Okay, and I'm using different color. Carbon dioxide is having a value of -394. Then H2 is having a value of -286. അത് വാല്യൂ തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ്. സോ 2 into the value of carbon dioxide we have to write. So it is equal to 2 into the value of carbon dioxide. What is the value of carbon dioxide? -394. So -394. That part is done. എല്ലാത്തിനും ബ്രാക്കറ്റ് ഇടണം, കാര്യം ഇവിടെ കുറേ മൈനസും പ്ലസും വരുന്നതുകൊണ്ട് തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. സോ 2 into -394 സിഗ്മ അല്ലേ, അപ്പോൾ സം ആണ്. സോ പ്ലസ് ഇനി ഏതാ പ്രൊഡക്റ്റ് വരുന്നത്? 2H2O. 2 മോളിക്യൂൾസ് ഓഫ് H2S ഉണ്ട്, 2 മോൾസ്. സോ 2 into H2യുടെ വാല്യൂ വന്നിരിക്കുന്നത് -286. So -286. ഓക്കെ, ഇത്രയും വാല്യൂ നമുക്ക് കിട്ടി. സോ പ്രോഡക്ട്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. മൈനസ് ഇനി റിയാക്റ്റൻസ് വരുവാണ്. റിയാക്റ്റൻസ് C2H4 ഉണ്ട്, 3O2 ഉണ്ട്. അതിൽ C2H4ന്റെ വാല്യൂ മാത്രം മതി. O2 എന്ന് പറയുമ്പോൾ അത് എലമെന്റൽ സ്റ്റേറ്റിൽ തന്നെയാണ്. സോ എനി എലമെന്റ് ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് വിൽ ബി ഹാവിംഗ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആസ് 0. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എനി എലമെന്റ് ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് വിൽ ബി ഹാവിംഗ് ഇറ്റ്സ് വാല്യൂ ആസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആസ് 0. സോ ഓക്സിജന്റെ വാല്യൂ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ആര് മാത്രമേ ഉള്ളപ്പോൾ നമുക്ക് C2H4 മാത്രം. C2H4ന്റെ വാല്യൂ ആണ് 52. സോ മൈനസ് ഹൗ മെനി മോൾസ് ഓഫ് C2H4? 1 mole of C2H4. സോ 1 into 52 I will write. 1 into 52. സോ ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2 into -394 plus 2 into -286 -52. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഫൈനലി നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു? -1412 കിലോ ജൂൾസ് കിട്ടുന്നു. സോ ദിസ് ഈസ് അവർ ആൻസർ നൗ. സോ ഇങ്ങനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ഡേറ്റ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരുമ്പോൾ എപ്പോഴും റിയാക്ഷൻ എഴുതിയതിനു ശേഷം സിഗ്മ, ദാറ്റ് ഈസ് സം ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദി പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്. ഇത്രയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് മോസ്റ്റ് ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻസ് ആർ നെഗറ്റീവ്. ദർ ആർ കണ്ടീഷൻസ്. അവിടെ കണ്ടീഷൻസ് ഉണ്ട്, പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ 0 ആകാം. 0യുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു എലമെന്റും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഓർക്കേണ്ട കേസ്, അതിൽ എടുത്തു പറയേണ്ട പോയിന്റ്, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അത് എന്തിൽ നിന്നും ഫോം ചെയ്യണം? അതിന്റെ കോൺസ്റ്റന്റ് എലമെന്റ്സിൽ നിന്നും ഫോം ചെയ്യണം. അതുപോലെ തന്നെ ആ എലമെന്റ് എന്തിലായിരിക്കണം? അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. താങ്ക് യു.